ജഡ്ജിമാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കോടതിയലക്ഷ്യ നടപടിയിൽ നിന്നും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷിനെ കുറ്റവിമുക്തനാക്കി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് കുറ്റവിമുക്തനാക്കിയത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല സിംഗിൾ ബെഞ്ചിന്റെ കോടതിയലക്ഷ്യ നടപടിയെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി. ലിഡിയ, എന്താണ് കോടതി നടപടിക്ക് ആധാരം? നിഷാദ്, കഴിഞ്ഞ ജൂലൈ 6-ന് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട പരാമർശത്തിന് ആയിരുന്നു ഇത്തരത്തിൽ കോടതി സ്വമേധയാ രാജേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കേസെടുത്തിരുന്നത്. പക്ഷേ അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നപ്പോൾ, അതായത് സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നപ്പോൾ രാജേഷിനെ കുറ്റവിമുക്തനാക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രാജേഷിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചല്ല സിംഗിൾ ബെഞ്ചിന്റെ കോടതിയലക്ഷ്യ നടപടി എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. അത്തരത്തിലുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലൊരു നടപടി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാജേഷിനോട് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നു. അതായത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല സിംഗിൾ ബെഞ്ച് ഇത്തരത്തിലൊരു കോടതിയലക്ഷ്യ നടപടി എടുത്തത് എന്ന രാജേഷ് ഇത്തരത്തിൽ സത്യവാങ്മൂലത്തിലടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. അത്തരത്തിൽ ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ച ശേഷം ഇത്തരത്തിലൊരു വിധിയിലേക്ക് വരികയായിരുന്നു. ഈ പ്രഥമ ദൃഷ്ട്യാ ഇത് നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെടുന്നതാണ്, അപകീർത്തിപ്പെടുന്നതാണ് എന്നൊക്കെ ആരോപിച്ചായിരുന്നു കോടതി സ്വമേധയാ കേസ് എടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം ഡിവിഷൻ ബെഞ്ചിലേക്ക് വിടുകയും ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിൽ കുറ്റവിമുക്തനാക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയുമായിരുന്നു.